ലൂസിഫർ എന്ന സിനിമയിൽ ഞാൻ ടൊവിയുടെ ബി.എഡ് ഇതുപോലെ ഒരു 2-3 ഡേയ്സ് ബി.എഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള ആ ലുക്ക് കൊടുത്തത് കൊണ്ട് പുള്ളി അത് ഡിമാൻഡ് ചെയ്തു. പ്രണവിലേക്ക് എത്തുമ്പോൾ പ്രണവിന് ചുറ്റുമുള്ള ആളുകൾ പ്രണവിൻ്റെ എല്ലാ കാര്യങ്ങളും ഭയങ്കര കോൺഷ്യസ് ആണ്, ഭയങ്കര കൺസേൺ ആണ്. അപ്പോൾ നമ്മളും ആ ഒരു മൊമെൻറ്റിൽ തന്നെയായിരുന്നു. പുള്ളിയുടെ കൂടെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. താടി എന്ന് പറയുന്ന പ്രോസസ്സ് എന്നെ വിട്ട് പോകുന്നില്ല എന്നുള്ള പോലെയായിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. അതായത് സുരാജ് ഏട്ടനും ഇതേപോലെ താടിയായിട്ട് വന്നു, ജോയിൻ ചെയ്തു. പിന്നെ പുള്ളി വേറൊരു സിനിമയിലേക്ക് പോയി, തിരിച്ച് റീജോയിൻ ചെയ്യുന്നത് പുള്ളി ഷേവ്ഡ് ആയിട്ടാണ്. ഷൂട്ടിന്റെ സമയത്ത് ഈ അഭിമന്യു സിംഗ് വന്നത് ഷേവ് ചെയ്തിട്ടാണ്. അപ്പോൾ ഷേവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ആ ലുക്കല്ല, ഷേവ്ഡ് ആയിട്ടുള്ള ലുക്ക് നമ്മൾ ആഫ്റ്റർ പ്രസന്റിലേക്കാണ് നമ്മൾ മാറ്റി വെച്ചത്. പ്രിയദർശിനി രാംദാസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് വരും, കുറച്ചുകൂടെ ബോൾഡാണ്. 40-45 ഡേയ്സ് അല്ലെങ്കിൽ 60 ഡേയ്സിനകത്ത് സിനിമ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും അല്ലെങ്കിൽ ഡയറക്ടർ ആദ്യം ഒരു ആക്ടറുടെ അടുത്ത്, ബിസി ആക്ടറുടെ അടുത്ത് ചോദിക്കുന്നത് കണ്ടിന്യൂറ്റി പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ജോയിൻ ചെയ്യുക. അപ്പോൾ ഒരു ഫ്രീസ് ആയിട്ടുള്ള ഒരു ഫേസ് ബോഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടുള്ള പീൽ ഫേസ് ആണ്, അതുപോലെ ഡ്രൈഡ് ആണ്. വൂണ്ടുകളുണ്ട്, പക്ഷെ വൂണ്ടുകൾക്കൊന്നും കളർ ഉണ്ടാവില്ല. ചില വർക്കിൽ ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ചില ലിമിറ്റേഷൻസിലൂടെ കടന്നു പോകും. അപ്പോൾ അത്തരം ലിമിറ്റേഷൻസ് ആർട്ടിസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ ആ ലിമിറ്റേഷൻസ് നമുക്ക് സ്ക്രീനിൽ ഇന്ന കാരണം കൊണ്ടാണ് എന്നുള്ളത് പറയാൻ പറ്റില്ല. എക്സ്ക്യൂസസ് ഇല്ലാതാവുമ്പോൾ തന്നെയാണ് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാൾ പെർഫെക്ഷനിലേക്ക് എത്തുക.